And tonight we are going to look at these people who have represented the old humanity and that old race. ആ പഴയ തലമുറയെ, പഴയ മാനവ സമൂഹത്തെ പ്രതിനിധീകരിച്ചതായിട്ടുള്ള ആ ജനത്തെയാണ് ഇന്ന് രാത്രി നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. And I'm sure in seeing some of these men, we are going to see our own lives. ഈ ചില മനുഷ്യരെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കുറിച്ചും നമ്മൾ കാണുവാൻ പോവുകയാണ്. We will begin at the highest representation at the cross. At the cross. Yes. ഏറ്റവും വലുതായിട്ട് പ്രതിനിധീകരിക്കുന്നതായിട്ട് ആ ക്രൂശിനെയാണ് ആദ്യം കാണുന്നത്. The highest representation of these men at the cross. These people who have gathered around the cross. ക്രൂശിന് ചുറ്റും കൂടിയിരിക്കുന്നതായിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള പ്രതിനിധി. And that is the man called Caiaphas. ആ വ്യക്തി മറ്റാരുമല്ല, കയ്യഫാവ് ആണ്. This man is standing there as one who represents the religious system. അവിടെ കയ്യഫാവ് കാണിക്കുന്നത് മതസമ്പ്രദായത്തെയാണ്, അന്നത്തെ മതസമ്പ്രദായത്തെയാണ്. The highest religious system. The highest religious system at that time. ആ കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നതമായ മതസമ്പ്രദായത്തെയാണ് കയ്യഫാവ് പ്രതിനിധീകരിക്കുന്നത്. A religious order that has stood out in the human history at that point of time. ആ കാലഘട്ടങ്ങളിൽ മാനവ ചരിത്രത്തിൽ ഏറ്റവും ഉന്നതമായ മതസമ്പ്രദായമാണ് അവിടെ പ്രതിനിധീകരിക്കുന്നത്. That is seen in the high priest who stood there at the cross, near the cross. ക്രൂശിന്റെ അടുക്കൽ നിന്നതായ കയ്യഫാവ് അതിനെയാണ് പ്രതിനിധീകരിച്ചത്. The high priest in whom the race is officially centered. The old humanity is officially centered. വാസ്തവത്തിൽ പഴയതായിട്ടുള്ള മാനവ സമൂഹം ഔദ്യോഗികമായി പ്രതിനിധീകരിക്കപ്പെടുന്നത് കയ്യഫാവിലൂടെയാണ്. In this high priest, the whole religious system is now gathered up. ഈ കയ്യഫാവിന് മുഴു മതസമ്പ്രദായവും മുഴു യഹൂദ മതവും പ്രതിനിധീകരിക്കപ്പെടുകയാണ്. He is representative of the very nation of Israel at the cross. ക്രൂശിന്റെ മുമ്പിൽ മുഴു ഇസ്രായേൽ ജാതിയുമാണ് കയ്യഫാവ് പ്രതിനിധീകരിക്കുന്നത്. Therefore, when you look at the cross today, we are able to see the two representations. One is the man that God had desired. He is on the cross, which is the new humanity, but the old humanity is there at the foot of the cross, represented in high priest of Israel. ആ ക്രൂശിന്റെ അടുക്കൽ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, പിതാവായി ദൈവത്താൽ അയക്കപ്പെട്ട ആ പുതു മാനവ സമൂഹത്തിന്റെ പ്രതിനിധിയായ യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുന്നു. അതിന്റെ താഴെ ക്രൂശിന്റെ കീഴിലായിട്ട് മുഴു മതത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് യഹൂദ ജാതിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കയ്യഫാവ് നിൽക്കുന്നു. So we see the two humanities there at the cross. ഈ ക്രൂശിൽ രണ്ട് വിധത്തിലുള്ള മാനവ സമൂഹം പ്രതിനിധീകരിക്കപ്പെടുന്നു. The new humanity is on the cross. The old humanity is at the foot of the cross. പുതിയ മാനവ സമൂഹം ക്രൂശിലും പഴയ മാനവ സമൂഹം ക്രൂശിന്റെ താഴെയും. And what can we describe about this man who is standing there at the foot of the cross representing this old humanity? ഈ പഴയ മാനവ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ക്രൂശിന്റെ താഴെയായി നിൽക്കുന്ന ഈ മനുഷ്യനെ കുറിച്ച് നാം എന്താണ് പറയുക? When we turn to the book of Isaiah, there is an explanation there about this humanity that is represented in the high priest. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് ഈ പഴയ ഈ മത സമ്പ്രദായത്തെ പ്രതിനിധീകരിക്കുന്നതായ പൗരോഹിത്യത്തെ കുറിച്ചൊരു കാര്യം വ്യക്തമായിട്ട് പറയുന്നു. Isaiah chapter 6. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. We heard this word. This was referred to by Brother Samson Rao. ഈ വാക്യങ്ങൾ സാംസൺ റാവ് വായിക്കുകയുണ്ടായി.
Into the book of Isaiah, chapter 6. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. We will read from verse 9. 9-ാമത്തെ വാക്യം മുതൽ. And he said, that's God. God said, go and tell this people, hear ye indeed, but understand not. See ye indeed, and perceive not. Make the heart of this people fat, and make their ears heavy, and shut their eyes, lest they see with their ears, lest they see with their eyes, and hear with their ears, and understand with their heart, and convert and be healed. Please read. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടുന്നതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ അടച്ചു കളയുകയും ചെയ്യുക. Then said I, Lord, how long? How long is this kind of ministry for me? കർത്താവേ, എത്രത്തോളമാണ് ഇത് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു യെശയ്യാവ്. And he answered, അപ്പോൾ അവൻ പറഞ്ഞത്, until the cities be wasted without inhabitant, പട്ടണങ്ങൾ നിവാസികളില്ലാതെയും and the houses without man, വീടുകൾ ആളില്ലാതെയും and the land be utterly desolate. ശൂന്യമായ ദേശം തീരെ പാഴായി പോകുകയും ചെയ്യുന്നത് വരെ. Please hear the Lord tonight. ഈ രാത്രി ദൈവത്തെ കേൾക്കുക പ്രിയമുള്ളവരെ. God's word is not God's suggestions to us. ദൈവവചനം എന്ന് പറയുന്നത് നമുക്കുള്ള ചില സജഷൻസ് അല്ല, അഭിപ്രായമല്ല. God doesn't give to his people his suggestions. ദൈവം ഒരിക്കലും ജനത്തോട് അഭിപ്രായങ്ങളൊന്നും പറയാറില്ല. God gives his word, he gives his counsels to obey, to walk after. അഭിപ്രായമല്ല, പിന്നെയോ ഉപദേശം അനുസരിക്കേണ്ടുന്നതിന് പ്രായോഗികമായ ജീവിതത്തിൽ നടപ്പാകേണ്ടതുള്ള കാര്യങ്ങളെ. Beloved, this verse here is a terrible word. ഇവിടെ പറഞ്ഞിരിക്കുന്നതായ ദൈവവചനം വളരെ ഘനഗംഭീരമായ വചനമാണ് പ്രിയമുള്ളവരെ. I will read this again. വീണ്ടും ഞാൻ വായിക്കാം. And when we read, we sometimes feel that this word is for Israelites and not for us. ചില സമയത്ത് ഈ വിധമായ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു തോന്നൽ ഉണ്ടാകാറുണ്ട്, അത് ഇസ്രായേലിന് വേണ്ടിയല്ല, ഇസ്രായേലിന് വേണ്ടിയാണ്, എനിക്കുള്ളതല്ല. But keep your heart open. ഹൃദയത്തെ തുറന്നുകൊണ്ട്, and may you listen the voice of God tonight. ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങളെ ദൈവം ഇടയാക്കട്ടെ. And he said, go and tell this people, hear ye indeed, but understand it not, and ye see indeed, but perceive not. നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. He says you will not. കർത്താവ് പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കില്ല. You will hear, but you will not understand. നിങ്ങൾ കേൾക്കും, പക്ഷേ ഗ്രഹിക്കുകയില്ല. What a terrible state that is. അതത്ര ശോചനീയമായ ഒരു സ്ഥിതിയാണ് പ്രിയമുള്ളവരെ. You hear, but you are not able to understand. നിങ്ങൾ കേൾക്കും, പക്ഷേ ഗ്രഹിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ. The Lord is saying, കർത്താവ് പറയുന്നു, you will hear, but you will not understand it. നിങ്ങൾ കേൾക്കും, പക്ഷേ ഗ്രഹിക്കുകയില്ല. You will see, but you will not perceive. നിങ്ങൾ കാണും, പക്ഷേ തിരിച്ചറിയുകയില്ല. Make the heart of this people fat. അവരുടെ ഹൃദയം തടിച്ചിരിക്കുന്നു. Make their ears heavy. അവരുടെ ഹൃദയം തടിപ്പിക്കുക, അവരുടെ തടിപ്പിക്കുക. That's right. Make the heart of this people fat. അവരുടെ ഹൃദയത്തെ നീ പോയി തടിപ്പിക്കുക.
make their ears heavy. അവരുടെ ചെവി മന്ദമാക്കുക. What a ministry, brother. ഇത് എത്ര വലിയ ശുശ്രൂഷയാണ് പ്രിയമുള്ളവരെ. What a ministry is given to a prophet here. ഇവിടെ ഒരു പ്രവാചകൻ എത്ര വലിയൊരു ശുശ്രൂഷ ദൈവം കൊടുത്തിരിക്കുന്നത് അറിയാമോ? The Lord is commissioning a prophet and saying to him, go and do a ministry amongst my people. ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചിട്ട് പറയുകയാണ്, എന്റെ ജനത്തിന്റെ നടുവിൽ പോയി നീ ഒരു ശുശ്രൂഷ ചെയ്യുക. What a ministry. എത്ര വലിയ ശുശ്രൂഷ ചെയ്തത്. And that ministry is, you go and speak, and as you begin to speak, what you are going to do is, you are going to make their heart fat. നീ പോയി അവരോട് സംസാരിക്കുക. നീ സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? അവരുടെ ഹൃദയം തടിക്കും. You are going to make their hearts fat. അവരുടെ ഹൃദയത്തെ നീ തടിപ്പിക്കും. You are going to make their ears heavy. നീ അവരുടെ കാതുകളെ ചെവികളെ മന്ദമാക്കും. What a ministry. എന്തൊരു വലിയ It ശുശ്രൂഷ. doesn't look like a ministry from the Lord, isn't it? ഇത് ദൈവത്തിനൊരു ശുശ്രൂഷയായിട്ട് നമുക്ക് തോന്നുന്നില്ലല്ലേ? It's a fearful thing. വളരെ പേടിക്കേണ്ട ഒരു കാര്യമാണിത്. But this is what God said unto Isaiah. ഇതാണ് യെശയ്യാവിനോട് കർത്താവ് പറഞ്ഞത്. Why God took such a stand against his own people? എന്തുകൊണ്ടാണ് തന്റെ തന്നെ ജനത്തിനെതിരെ ഇവിധമായ ഒരു 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 ഇവിധമായ ഒരു കാര്യം ദൈവം ചെയ്തത്? Why? എന്തുകൊണ്ടാണ്? Why a compassionate God must do a work like this? കാരുണ്യവാനായ ഒരു ദൈവം എന്തുകൊണ്ടാണ് ഇവിധമായ ഒരു പ്രവൃത്തിയും ചെയ്യുന്നത്? And see that usage in the English, especially in the KJV, King James, lest they see with their eyes. Look at the determination of God. ഇവിടെ ദൈവത്തിന്റെ തീരുമാനം വായിക്കുക. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ലെസ്റ്റ് എന്നുള്ള വാക്ക്, അതായത് കാണാതിരിക്കേണ്ടുന്നതിന്. Lest they see with their eyes. അവർ കാണാതിരിക്കേണ്ടത്, അവർ കണ്ണുകൊണ്ട് കാണാതിരിക്കേണ്ടുന്നതിന്. You know, in other words, it means, Isaiah, make it possible for them to do what they want to do. Please. വേറെ രീതിയിൽ പറഞ്ഞാൽ, യെശയ്യാവേ, നീ പോയി പ്രസംഗിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ ചെയ്യാൻ അവരെ അങ്ങ് വിട്ടുകൊടുക്കുക. Strengthen their ability to go as far as they can go away from me. അവർക്ക് കഴിയുന്നിടത്തോളം എന്നിൽ നിന്ന് അകന്നു പോകത്തക്കവണ്ണം അവരെ ശക്തീകരിക്കുക. Is that not terrible? അത് ഭയാനകമല്ലേ പ്രിയമുള്ളവരെ? Is that not terrible? അത് ഭയാനകമല്ലേ പ്രിയമുള്ളവരെ? A ministry has been given with the responsibility to make a people go as far as possible. ഒരു ശുശ്രൂഷയെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് ജനത്തെ ദൈവത്തിൽ നിന്ന് എത്രയും അകറ്റാമോ അത്രയും അകറ്റാൻ വേണ്ടിയുള്ള ശുശ്രൂഷ. Make it possible for them. അത് അങ്ങനെ അവർക്ക് Make it possible for them to pursue their own course. അവരുടെ തന്നെ ചിന്താഗതികൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് പോകുവാൻ അവരെ അനുവദിക്കുക. That is what is represented in the high priest before the cross. ഇതാണ് ക്രൂശിന്റെ മുമ്പാകെ കയ്യഫാവിലൂടെ പ്രതിനിധീകരിക്കപ്പെടുന്നത്. A people. ഒരു ജനത്തെ പ്രതിനിധീകരിക്കുകയാണ്. A hardened heart. തടിച്ച ഹൃദയമുള്ളതായിട്ടുള്ള ജനം. In Caiaphas we see a hardened heart of the old humanity. കയ്യഫാവിൽ നാം പഴയ മാനവ സമൂഹത്തിന്റെ തടിച്ച ഹൃദയത്തിന്റെ മനോഭാവത്തെ, A heart which is capable to say no to God every time. എപ്പോഴും ദൈവത്തോട് പറ്റില്ല എന്ന് പറയത്തക്കവണ്ണം ഹൃദയം തടിപ്പിച്ചതായിട്ടുള്ള ഒരു സമൂഹം. Have you ever seen a heart of that kind? അങ്ങനത്തെയുള്ള ഒരു ഹൃദയത്തെ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ? Have you ever seen a heart of that kind in somebody else? ആരിലെങ്കിലും വിധമായിട്ടുള്ള ഹൃദയത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? We have never seen a heart of that kind in our lives, isn't it? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയുള്ള ഹൃദയത്തെ കണ്ടിട്ടില്ലല്ലേ?
May God be gracious to us tonight. ഈ രാത്രി ദൈവം നിങ്ങളോട് കൃപ കാണിക്കട്ടെ. A heart that is capable, a heart that is able at all times to say no to God. ദൈവത്തോട് പറ്റില്ല എന്ന് എപ്പോഴും പറയത്തക്കവണ്ണം ശക്തിയുള്ളതായിട്ടുള്ള ഒരു ഹൃദയം. That is what is represented in Caiaphas before this humanity that is on the cross. ഇതാണ് കയ്യഫാവിലുള്ള ക്രൂശിൽ യേശുക്രിസ്തുവാകുന്ന പുതിയ മാനവ സമൂഹം തൂങ്ങിക്കിടക്കുമ്പോൾ കയ്യഫാവിലൂടെ താഴെ പ്രതിനിധീകരിക്കപ്പെടുന്നത്. A heart that is hardened. തടിച്ച ഹൃദയമുള്ളതായിട്ടുള്ള ജനം. Hardened and hardened and hardened. തടിച്ച ഹൃദയമുള്ള ജനം. Over a period of time, not overnight. ഒറ്റ രാത്രി കൊണ്ടല്ല, സമയങ്ങൾ എടുത്തിട്ടാണ് ഇങ്ങനെ ഉണ്ടായത്. A hardening against the voice of God in one's life. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവശബ്ദത്തിന് മുമ്പാകെ തടിച്ച ഹൃദയമുള്ളതായിട്ടുള്ള അവസ്ഥ. A hardening against the prophets of God every time they communed the voice of God or spoke the voice of God to the people. ദൈവത്തിന്റെ ആലോചനയെ ദൈവത്തിന്റെ ജനത്തിന് മുമ്പാകെ അറിയിച്ചതായ പ്രവാചകന്മാരുടെ മുമ്പാകെ ദൈവിക ആലോചന തിരസ്കരിക്കത്തക്കവണ്ണം കഠിന ഹൃദയമുണ്ടായ ജനം. Against all the revelations that God was ministering to them, they hardened their hearts. ദൈവത്തിന്റെ ജനത്തിലൂടെ ദൈവത്തിന്റെ ശുശ്രൂഷകളുടെ ദൈവം അറിയിച്ചതായിട്ടുള്ള ദൈവിക വെളിപ്പാടുകളുടെ മുമ്പാകെ കഠിന ഹൃദയമുണ്ടായിരുന്ന ജനം. I want to tell us one thing. ഒരു കാര്യം ഞാൻ പറയട്ടെ. A hardening doesn't take place overnight. ഈ കഠിനപ്പെടുക എന്നുള്ളത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. When we say no to the voice of God, there it begins. ദൈവത്തോട് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ആരംഭിക്കുന്നു. And every time you say no to God, again the hardening begins to take shape within us. വീണ്ടും നമ്മൾ ദൈവത്തോട് പറ്റില്ല അല്ല അങ്ങനെ പറയുമ്പോൾ വീണ്ടും ആ കഠിനത വർദ്ധിക്കുകയാണ്. Every time when God spoke to them, ദൈവം സംസാരിച്ചപ്പോഴൊക്കെയും അവർ they said no to God. ദൈവത്തോട് പറ്റില്ല എന്ന് പറഞ്ഞു. A heart that always said no, Lord. ദൈവത്തോട് കർത്താവേ പറ്റില്ല എന്ന് പറയുന്നതായിട്ടുള്ള ഹൃദയമുള്ള ജനം. Until they came to a place of no return in their lives. അവരുടെ ജീവിതത്തിൽ കർത്താവിലേക്ക് മടങ്ങി വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവര് എത്തിച്ചേരുന്നത് വരെ. The Lord said unto them, ദൈവം അവരോട് പറഞ്ഞു, every time when I spoke to you, you were so positive to say no to me. എന്നോട് പറ്റില്ല എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ എപ്പോഴും ആയിരുന്നു എന്നാണ് പറയുന്നത്. A positive no. Right word, please. Positive no. You spoke positively a no to God. How can you translate this, please? What is the word for positive in Malayalam? അനുകൂലമായ നോ. Yes. നിങ്ങൾ എപ്പോഴും ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അനുകൂലമായിട്ട് പാടില്ല പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. For example, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ sometimes we may say no, but we may have a yes within our heart as well. ചില സമയത്ത് നമ്മൾ നോ എന്ന് പറഞ്ഞാലും യെസ് എന്നുള്ള ഒരു മനോഭാവത്തോടെ ആയിരിക്കും പറയുന്നത്. Later on we may be wanting to do that. പിന്നീട് അത് ചെയ്യാൻ നമ്മൾ But when ആഗ്രഹിക്കുന്നു. you look at Israel, എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം when God spoke to them, they were very positive about the no they said to God. Means there is no change at all. അവരെ No change. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം സംസാരിച്ചപ്പോൾ അവർ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും പിന്നീട് പറ്റുമെന്നുള്ള നിലയിലേക്ക് ആകത്തക്കവണ്ണം അല്ല പറഞ്ഞത്. That is why പറ്റില്ല എന്ന് തന്നെയാണ്. That's why I use the word positively no. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനുകൂലമായ നോ പാടില്ല എന്നുള്ളതാണ് അവരുടെ അവസ്ഥയായിരുന്നു. There is no room for any maneuverability there. Change there. അവിടെ എന്തെങ്കിലും രീതിയിലുള്ളതായ വ്യതിയാനങ്ങൾക്ക് യാതൊരു സ്ഥാനവും അവർ It കൊടുത്തില്ല. was positively a no to God. എപ്പോഴും അവര് അനുകൂലമായി തന്നെയാണ് പാടില്ല എന്ന് പറഞ്ഞിരുന്നത്.
That is what we are able to see in the high priest. അതാണ് ഈ മഹാപുരോഹിതൻ നമ്മൾ കാണുന്നത്. Now when we turn again to Isaiah, യെശയ്യാ പ്രവാചകന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ look at the very determined expression of the Lord here. ദൈവത്തിന്റെ I gave my life for thee, my precious blood I shed, that thou mightst ransomed be and quickened from the dead. I gave my life for thee, what hast thou given for me? I gave my life for thee, what hast thou given for me? My Father's house of light, my glory-circled throne, I left for earthly night, for wandering sad and lone. I left it all for thee, hast thou left aught for me? I left it all for thee, hast thou left aught for me? I suffered much for thee, more than thy tongue can tell, of bitterest agony to rescue thee from hell. I've borne it all for thee, what hast thou borne for me? I've borne it all for thee, what hast thou borne for me? And I have brought to thee, down from my home above, salvation full and free, my pardon and my love. I bring rich gifts to thee, what hast thou brought to me? I bring rich gifts to thee, what hast thou brought to me?